ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുള്ള ഒരു പ്രാന്തായിരുന്നു ടിമൂല് കയറിയിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് കൂട്ടുക എന്നുള്ളത്. അങ്ങനെ വാങ്ങിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ്. നല്ല രസമില്ല കാണാൻ. വാങ്ങിക്കുന്നതിൽ അധിക സാധനം എന്തായാലും ഫ്ലോപ്പ് ആയി പോകാറുണ്ട്, എന്നാലും വീണ്ടും വാങ്ങിക്കും. പിന്നെ ടിമു ആണെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുമ്പോഴേക്കും ഒരു 10 സാധനം ഇതാ മോനെ ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കല്ലോ, അപ്പോൾ നമുക്ക് വീണ്ടും വാങ്ങിക്കാൻ തോന്നും. എന്തായാലും ഇന്ന് എനിക്ക് വീണ്ടും ഒരു പാർസൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ പൊട്ടിച്ച് നോക്കാൻ പോകുക എന്താണുള്ളത്. ഇതാണ് ഒരു ഐറ്റം, പൈപ്പ് ക്ലീനർ എന്ന് പറയും. ഞാൻ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പം എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് പിന്നെ കാണിച്ചു കേട്ടോ. നമ്മൾ മറ്റേ പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കുന്ന ഫ്രെയിം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ പെയിന്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, അത് ഫ്ലോപ്പ് ആയിട്ടില്ലെങ്കിൽ കാണിക്കാം. പിന്നെ ഞാൻ ഒരുപാട് ഷർട്ട്സ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നേ. ഈ ഒരു പൂളുള്ള ഷർട്ടൊക്കെ കണ്ടപ്പോൾ ഓണൊക്കെ വരികയല്ലേ, അപ്പോൾ ഓണത്തിന്റെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാ. പക്ഷേ സൈസ് ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇത് ശരിയാവില്ല. പിന്നെ അടുത്തൊരു ഷർട്ട് ഇതാണ്. ഇതിൽ കുറെ പൂക്കളത്തിന്റെ ഒക്കെ പോലത്തെ ഡിസൈൻ ഉള്ളതുകൊണ്ട് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ പിക്ചറിൽ കണ്ട പോലെയല്ല, വന്നപ്പോൾ ഭയങ്കര ലോ ക്വാളിറ്റി തുണിയായിരുന്നു. പിന്നെ വാങ്ങിച്ചതിൽ കുറച്ചൊരു ഭേദമായിട്ട് തോന്നിയത് ഈ ഒരു ഷർട്ടാണ്. എല്ലാ ഷർട്ടും തന്നെ എക്സ്ട്രാ സ്മോൾ സൈസാണ് വാങ്ങിച്ചതെങ്കിലും ഇട്ട് നോക്കുമ്പോൾ എല്ലാം നല്ല സൈസ് കൂടുതലാണ്. ഇതും എനിക്ക് അങ്ങോട്ട് സൈസിന്റെ കാര്യത്തിൽ ഓക്കെ ആയില്ല. ഇനി ഇതാണ് ഫൈനൽ ഷർട്ട്. ഇത് ഞാൻ ഹാൻഡ് പെയിന്റ് ചെയ്യാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ യൂണിഫോം പോലെ ഉണ്ട്, നല്ല സൈസും.